എല്ലാവർക്കും സുഖാണല്ലോ. ഇപ്പോൾ ചക്കക്കാലമാണല്ലോ. ഇന്ന് നമ്മൾക്കൊരു നല്ല ചക്കപ്പെരട്ട് ആയാലോ? വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനായി ഒരു തണ്ടൻ ചക്ക തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴുകി കൊച്ചു പീസായി കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കുഞ്ഞ് സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണ് എണ്ണ കൂടെ ചേർക്കണേ. ആവശ്യത്തിന് വെള്ളം കുറച്ച് ചേർത്താൽ മതി. ഒരു വിസിൽ. ഇത്രയും ചേർത്ത് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു വിസിലാവുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യണം. വിസിലായി കള്ളൻ ചക്ക പുഴുങ്ങി 2 വിസിലായിട്ടാണ് ഞാൻ അണച്ചത് തീ. എന്നിട്ട് അത് പിഴിഞ്ഞ് എടുത്തതാണ്. ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞാൽ മതി. പിഴിഞ്ഞ് വെച്ചേക്കാണ്. ഇനി ഇത് പുരട്ടാം. അതിനായി സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഞാൻ 3 സ്പൂൺ ഓയിലാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇടാം. കടുക് പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി കൊച്ചായിട്ട് ചെറു പീസുകളായി കൊത്തി അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം. ഇത് വഴണ്ട് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഉള്ളി 2 സവാള സ്ലൈസ് ചെയ്ത് വെച്ചതാണ് ചെറുതായിട്ട്. സവാള വെന്ത് വരുന്നുണ്ട്. പൂർണ്ണമായിട്ടില്ല. ഇതിനെ ചെറു തീയിൽ ഇട്ട് ഒന്ന് അടച്ചു വെച്ച് ഇത് വഴണ്ട് വരുന്നതേ ഉള്ളൂ. ഇത്തിരി കൂടെ വേവാനുണ്ട്. ഇത് നിങ്ങളുടെ വീട്ടിലൊക്കെ പച്ചക്കറി ഇല്ലാത്ത സമയങ്ങളിൽ പെട്ടെന്നൊരു ചക്ക വെട്ടി ഇങ്ങനെ ചെയ്യാൻ ഒരു ഡിഷാണിത്. ഇത് നല്ല വരണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാവേ. ഇത്ര മഞ്ഞപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞപ്പൊടി. മുളക് പൊടി 1 സ്പൂൺ, 1-1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി അതും ഒരു ചെറിയ സ്പൂണിന് 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഈ മസാലകൾ, ഇത് മസാല പൊടിച്ച് വച്ചിരിക്കുന്നതാണ്. ഇത് വീട്ടിൽ വറുത്ത് പൊടിച്ചതാണ്. ഇത് ചിക്കൻ മസാല, അത് ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നു. ഇതിലേക്ക് 1/4 സ്പൂണ് കുരുമുളക് പൊടി. ഇതിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ടൊന്ന് കൂട്ടെല്ലാം ചേർന്ന് വരുന്നത് വരെ നല്ല ഇളക്കി കൊടുക്കാം. ഇതിൽ നല്ല മൂത്ത് മുളകെല്ലാം നല്ല ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അതേസമയം ഇതിൽ 1 സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ ഇറച്ചിയുടെ മോഡലിലാണ് പുരട്ടുന്നത്. അതേ ടേസ്റ്റും വരും ഇറച്ചിയുടെ. എല്ലാം നല്ല ബ്രൗൺ ആയി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിന് നല്ല രീതിയിൽ ഫ്ലെയിം ഞാൻ കുറച്ചാണ് വെച്ചിരുന്നത്.
നല്ല ഇളക്കി ചേർത്ത് കൊടുക്കാം. നല്ല ഇച്ചിരി മൂത്ത് വരണം. മൂത്ത് വന്നാലേ ഇത് നല്ല ഇതിലേക്ക് അരപ്പെല്ലാം ഇതിലേക്ക് പിടിച്ച് അതിൻ്റെ കൂട്ടെല്ലാം ചക്കയിൽ പിടിച്ച് നന്നായിട്ട് വരുത്തുള്ളൂ. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. ഇതിലേക്ക് ഉപ്പ് ശകലം കൂടെ ഇടണം. ഇച്ചിരി കുറവാണ്. ഞാൻ ഒരു 1/4 സ്പൂൺ കൂടെ ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി ഒരു 5 മിനിറ്റ് ചെറുതീയിൽ അടച്ചു വെക്കണം. ഇതെല്ലാം നല്ല പാകമായിട്ടുണ്ട്. ഇതിനെ ഇറക്കി വെച്ചിട്ട് ഇനി കടുവറുക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിടാം. കടുക് താളിക്കാൻ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുകിടാം. കടുക് പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് മുളകിടാം. മുളക് ഇട്ട ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉഴുന്നിട്ട് മൂപ്പിക്കാണ്. ഉഴുന്ന് മൂത്ത് വരുന്നുണ്ട്. ഇച്ചിരി കൂടെ ഉണ്ട്. നല്ല മൂത്തിട്ട് ഈ തേങ്ങാക്കൊത്ത് കുറച്ച് തേങ്ങ ചെറിയ പീസുകളായി കൊത്തി അരിഞ്ഞതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ബ്രൗൺ ആയി വരണം. തേങ്ങ മൂത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് അതിലേക്ക് ചേർക്കാം. ഇത് ചക്ക പുരട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് നമുക്ക് പ്ലേറ്റിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയ ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം. ചക്ക ഇറച്ചി പുരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്യുക. അത്രയ്ക്ക് നല്ല ഒരു ഡിഷാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കല്ലേ.